ഈ ബാക്കിൽ കാണുന്നത് അനന്തപൂർ സ്റ്റേഡിയമാണ്. അടിപൊളി സ്റ്റേഡിയം, വേറെ ലെവല്. ഉത്തർപ്രദേശിലെ അനന്തപൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മളുള്ളത്. ഈ ഒരു പ്രദേശത്ത് കൂടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് സ്റ്റേഡിയം എന്നുള്ളത്. അപ്പോൾ ഉള്ളിലേക്ക് കടന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് മനോഹരമായിട്ടുള്ള വലിയൊരു സ്റ്റേഡിയം. ഇതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് ചെറിയ ചെറിയ ഗ്രൗണ്ടുകളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വോളിബോളിനായിട്ടുള്ള ഗ്രൗണ്ടുണ്ട്, ക്രിക്കറ്റിനായിട്ടുള്ള ഗ്രൗണ്ടുണ്ട്, ജിംനേഷ്യം ഉണ്ട്. അതുപോലെ കായിക രംഗത്ത് എന്തെല്ലാം വേണമോ അതെല്ലാം തന്നെ ഈ ഒരു സ്റ്റേഡിയവും ഇതിനോടനുബന്ധിച്ച സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അനന്തപൂരിൻ്റെ ഒരു എടുത്തു പറയത്തക്ക വികസനങ്ങളിൽ ഇത് ഉൾപ്പെടും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഈ സ്റ്റേഡിയം ഇങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ ഒരു മനോഹരമാണ് എന്നുള്ളതാണ്. സ്റ്റേഡിയത്തിൻ്റെ പുൽപ്പാളികളെല്ലാം തന്നെ അതിൻ്റേതായ ഒരു രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാം തന്നെ നാച്ചുറലാണ് എന്നുള്ളതാണ്. സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുപാടും ഇതുപോലെ കമ്പി വേലികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. കയറാതിരിക്കാനൊക്കെ ആയിട്ട് മുള്ള് കമ്പികൾ കൊണ്ടും മേലെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയയിലാണ് ഇതിനായിട്ടുള്ള സ്കോർ ഇടുന്ന ആളുകളും അതുപോലെ കളിക്കാരെല്ലാം തന്നെ ഇരിക്കാറ് എന്ന് തോന്നുന്നുണ്ട്. അവിടെയാണ് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് കാണുന്നത്. വലിയൊരു സ്റ്റേഡിയമാണ്. കുറച്ച് ആളുകൾ ഇതിനെങ്ങനെ പരിപാലിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റേഡിയം പരിപാലിക്കുന്നതിനായിട്ട് ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട് എന്ന് തോന്നിപ്പോകും. അതായത് ഏതൊരു ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്റ്റേഡിയം പരിപാലിക്കുന്ന ആളുകളെ ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ട് അതത് ഏരിയയിൽ. നമ്മൾ ആ ഒരു മെയിൻ സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ കൂടി ചെറിയ ചെറിയ ഗ്രൗണ്ടുകളുള്ള ആ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പല ഏരിയയിലും പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. സെക്യൂരിറ്റി ഉണ്ട്. നല്ലൊരു മതിൽക്കെട്ടുകൾ, അതായത് കമ്പികൾ കൊണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മണലേകുന്നതിന് വേണ്ടിയിട്ട് മരങ്ങളെല്ലാം തന്നെ മനോഹരമായിട്ടാണ് ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുള്ളത്. കാണാൻ തന്നെ വേറൊരു ഭംഗിയാണ് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ സൈഡിലേക്ക് പോകുമ്പോൾ ജിംനേഷ്യം ഉണ്ട്, പിന്നീട് വോളിബോൾ ഗ്രൗണ്ട് ഉണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്. എല്ലാം തന്നെ അതിൻ്റേതായ ഒരു സ്ട്രെച്ചിങ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും. നേരിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സ്റ്റേഡിയവും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണുന്നത് എന്നുള്ളതും എനിക്കൊരു പ്രത്യേകതയാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ കയറി നോക്കുകയാണ്. അപ്പോൾ ഇരിക്കാനായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് കാണുന്ന ഈ ഒരു ബിൽഡിങ് ജിംനേഷ്യം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം തന്നെ അതിൻ്റെ ആ ഒരു ഡിസൈനിങ് ആണ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. വേസ്റ്റ് നിക്ഷേപിക്കാനായിട്ട് ഇതുപോലത്തെ വേസ്റ്റ് ബോക്സുകൾ പല ഏരിയയിലും കാണുന്നുണ്ട്. കടന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോന്നും ഓരോ ഏരിയയിൽ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സെൻട്രലായിട്ടാണ് റോഡ് വരുന്നത്. ഇരു സൈഡിലും ഇങ്ങനെ റൗണ്ടായിട്ടാണ് ഈ സ്റ്റേഡിയങ്ങളെല്ലാം തന്നെ നിലകൊള്ളുന്നത്. മെയിൻ സ്റ്റേഡിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ജിംനേഷ്യം വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു വോളിബോൾ ഗ്രൗണ്ട് വരുന്നുണ്ട്. പിന്നീട് ഒരു